ഇന്ന് നമുക്കൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. അത് ക്ലിനിക്കലിയുടെ ഒരു സൺസ്ക്രീനാണ്. നിങ്ങൾക്കറിയാലോ, ഇവിടെ തമിഴ്നാട് ഭയങ്കര ചൂടാണ്. നമ്മുടെ നാട്ടിലെ കേരളത്തിലെ മാർച്ച് ഏപ്രിൽ മെയ്യിലുള്ള ചൂട് പോലത്തെ ചൂടാണ്. രാവിലെ ഒന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല. അത്രയും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു തരത്തിലുള്ള ഒരു കുത്തുന്ന വെയിൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ. വൈകുന്നേരം ആകുമ്പം കുറച്ച് തണുപ്പും കാറ്റൊക്കെ എല്ലാം ഉണ്ടാവും. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഒരു 4-5 o'clock ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലൈമറ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആവും. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ കുറച്ച് ഗ്രാമപ്രദേശം ആയതുകൊണ്ട് അതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് ഈവനിങ്ങുള്ളത് കേട്ടോ. എനിക്ക് ടൗണിൽ നിന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് സൺസ്ക്രീൻ എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറി. ഈവൺ ഒരു 8:30 സ്കൂളിലേക്ക് പോകുമ്പോൾ കൂടി നല്ല വെയിലാണ്. അപ്പോൾ നമ്മൾ ക്ലിനിക്കലിയുടെ ആക്നെ UV ജെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൺസ്ക്രീൻ വാങ്ങിച്ചു. ഓക്കെ, ഇത് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ട്യൂബ് തന്നെ നമുക്ക് ഏകദേശം ഒരു 4 to 5 months വരെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും ബെസ്റ്റ് ഓയിലി സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഓയിലി ആൻഡ് സെൻസിറ്റീവ് സ്കിന്നിന് ഇത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇല്ല എന്ന് പറയാം. കാരണം എനിക്ക് എന്ത് തന്നെ യൂസ് ചെയ്താലും, അത് ജെല്ലാണെങ്കിലും ലോഷനാണെങ്കിലും അല്ലെങ്കിൽ ഓയിൽ ഫ്രീ ആണ്, ഓയിൽ ബേസ്ഡ് സ്കിന്നിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് എന്ത് തന്നെ യൂസ് ചെയ്താലും എനിക്ക് അലർജി വരാറുണ്ട്. സെൻസിറ്റീവ് സ്കിന്നാണ് എൻ്റെ. ഓയിൽ പ്ലസ് സെൻസിറ്റീവ് ആണ്, ഹെവി സെൻസിറ്റീവ് ആണ്. അപ്പോഴാണ് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. സംഭവം എന്താ പറയുക, നല്ല ഒരു കവറേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല പ്രൊഡക്റ്റാണ്. എനിക്കിവിടെ ഇരുന്ന് ഇത് റിവ്യൂ ചെയ്യാനുള്ള കുറച്ച് സ്ഥലപരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, നിങ്ങൾ പ്രൊഡക്റ്റ് മാത്രം നോക്കിയാൽ മതി. അവരതിൽ ഒരു യൂസേജസിൻ്റെയും അവരുടെ എന്തിനൊക്കെയാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ ക്രീം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ക്രീം അല്ല ആക്ച്വലി ഇറ്റ്സ് എ ജെല്ലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് പാരബൻ ഫ്രീ ആണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ആഡഡ് സ്മെൽസോ ഫ്ലേവേഴ്സോ ആൽക്കഹോളോ അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് 2026 വരെ അതിൻ്റെ എക്സ്പയറി ഡേറ്റും കിട്ടുന്നുണ്ട്. ഞാൻ SPF 30++ വാങ്ങിച്ചത്. അത് ആക്ച്വലി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ 50+ വാങ്ങിക്കണം. ഞാനത് ഓർഡർ ചെയ്ത സമയത്ത് അത് എൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയതാണ്. നമ്മളിപ്പോൾ അത് യൂസ് ചെയ്യുമ്പോഴും നമ്മളൊന്ന് പാച്ച് ടെസ്റ്റ് വെറുതെ ഞാൻ ചെയ്ത് നോക്കുകയാണ്. ബിക്കോസ് ഞാൻ യൂസ് ചെയ്തതാണ്, എനിക്കൊരു പ്രോബ്ലം ഇല്ല. നമുക്ക് നല്ല ഇഫക്റ്റ് വരുന്നുണ്ട് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ കരിവാളിച്ചിട്ടൊക്കെയാണ് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരിക. അതിന് നല്ലൊരു ചേഞ്ച് ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഓയിലി സ്കിന്നാണെങ്കിൽ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്തോളൂ. ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ക്ലിനിക്കലി ആക്നെ UV ജെല്ലിന് സൺസ്ക്രീനിന് സെർച്ച് ചെയ്താൽ തന്നെ വരും. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, അതല്ലെങ്കിൽ ഗൂഗിൾ പേ ഉണ്ട്. ഗൂഗിൾ പേ ചെയ്യുമ്പം ഒരു 15% ഓഫറും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊരു സിലിക്കോൺ ടച്ച് ഉണ്ട്, ഒരു ഗ്ലൈസിങ് ഉണ്ട് ചെറുതായിട്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും. അതിട്ട് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. നമ്മൾ പുറത്തേക്ക് പോണതിൻ്റെ ഒരു 10 to 15 minutes മുമ്പ് ഇടുക. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ്. ബൈ ചെയ്തോളൂ.